ഇവിടെ സിന്ധു എനിക്ക് തൊട്ടു മുമ്പ് വളരെ മനോഹരമായി ജീവിതത്തിൽ എങ്ങനെ തൻ്റെ ജീവിതത്തിലും തൻ്റെ ജീവിത പരിസരത്തും എങ്ങനെയാണ് ഗുരു സ്വപ്നം കണ്ട, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്നു പോകുന്ന ഒരു സമൂഹമാണ് ഗുരു സ്വപ്നം കണ്ടതെങ്കിൽ അങ്ങനെയുള്ള കുടുംബങ്ങൾ പോലും നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളൊരു എക്സാമ്പിൾ സിന്ധു പറഞ്ഞു വയ്ക്കുകയുണ്ടായി. അതിന് നന്ദി സിന്ധു. കാരണം സിന്ധു പറഞ്ഞതുപോലെ തന്നെ വളരെ സങ്കീർണമായ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിലൂടെ നമ്മളെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണിത്. അങ്ങനെ ഒരു സമയത്ത് ഗുരുവിൻ്റെ വചനങ്ങളെ വീണ്ടും, അല്ലെങ്കിൽ 100 വർഷങ്ങൾക്ക് മുൻപ് ഗുരു ജീവിച്ചിരുന്ന കാലയളവിലും ഗുരു വളരെ സന്ദിഗ്ധം എന്ന് കരുതിയ ഒരു ഘട്ടത്തിൽ, ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു സർവമത സമ്മേളനം വിളിച്ചു ചേർക്കുകയും ചെയ്തതിൻ്റെ 100ാം വാർഷികം നമ്മൾ 2024 ആചരിക്കുകയാണ്. അന്നേ ദിനം തന്നെ നമ്മളൊരു കൺവെൻഷൻ തിരുവനന്തപുരത്ത് നടത്തുകയും ഗുരുവിൻ്റെ മതത്തിനെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ മതങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെക്കുറിച്ച് നമ്മളവിടെ ചില ആലോചനകൾ വയ്ക്കുകയും ഉണ്ടായി. ഇന്ന് ഇവിടെ നമ്മൾ ഒത്തുകൂടുമ്പോൾ കുറച്ചുകൂടി അവിടെ നിന്ന് ഒരു പടി കൂടി കടന്ന് എങ്ങനെ കുറച്ചും കൂടി പ്രായോഗികതയിലേക്ക് നമ്മൾ ഓരോരുത്തരും, അല്ലെങ്കിൽ ഗുരു എന്താണ് മതം, ദൈവം എന്ന സങ്കല്പം കൊണ്ട് ഉദ്ദേശിച്ചത് എന്നതുകൂടി നമ്മൾ ഇന്നിവിടെ വിശദീകരിക്കുകയുണ്ടായി. ആദ്യം മോഹൻ ഗോപാൽ സർ വളരെ ദീർഘിപ്പിക്കാതെ തന്നെ, അതെനിക്ക് ഇല്ലാത്തൊരു കലയാണ് സാർ, അത് വളരെ മനോഹരമായി, സാറ് മാത്രമല്ല ഡോക്ടർ ശ്യാമും ഡോക്ടർ അമലും നൽകുന്ന ചുരുങ്ങിയ 20-30 മിനിറ്റിനുള്ളിൽ വളരെ കാമ്പോടുകൂടി കൃത്യമായി അടുക്കിലും ചിട്ടയിലും സംസാരിക്കാറുണ്ട്. അതുപോലെ അല്ല എങ്കിലും കുറച്ച് ആലോചനകൾ മോഹൻ ഗോപാൽ സർ പറഞ്ഞു, നമുക്ക് അറിയാനും അറിയിക്കാനുമായി സംസാരിക്കാം. ഗുരു ആവശ്യപ്പെട്ടത് അതാണ്, അല്ലാതെ തർക്കിക്കാനും ജയിക്കാനുമായി വേണ്ട എന്നുള്ളത് ഗുരുവിൻ്റെ നിലപാടായിരുന്നു. അപ്പോൾ നമ്മൾ അറിയുകയും അറിയിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്ന അടുത്ത നമ്മളിൽ നിന്ന് അറിയുകയും അറിയിച്ചു കഴിയുകയും ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പിന്നെ എന്താണ് പ്രക്രിയ? ഗുരു അറിയാനും അറിയിക്കാനും മാത്രം പറഞ്ഞ് നിർത്തുകയാണോ ഉണ്ടായത്? അതിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ സാർ ഇവിടെ രാവിലെ എഴുത്തച്ഛൻ സ്മാരകത്തിൻ്റെ സമുന്നത നേതാക്കളായി നിന്നുകൊണ്ട് നമ്മുടെ മുന്നിൽ സംസാരിച്ച സാറ് രാവിലെ പറയുകയുണ്ടായി, ലേൺ ചെയ്യൽ മാത്രമല്ല, ചില സമയങ്ങളിൽ അൺലേൺ ചെയ്യൽ കൂടി നമ്മുടെ ആവശ്യമാണ്. നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന പലതിനെയും നമ്മൾ തിരുത്തി വായിക്കേണ്ടി വരുന്ന ഒരു അവസരം കൂടിയാണ്. അപ്പോൾ തിരുത്തി വായിക്കാൻ കഴിയുന്ന തരത്തിൽ, ചിന്തിക്കാൻ കഴിയുന്ന തരത്തിൽ ആഴത്തിൽ നമ്മളിവിടെ ഒട്ടേറെ വാചകങ്ങൾ ഗുരുവിൻ്റെ ചിന്തകളെക്കുറിച്ച് കേട്ടു, ബ്രാഹ്മണ സങ്കല്പത്തിലെ മതത്തിനെക്കുറിച്ച് കേട്ടു, അല്പസ്വല്പം ഇസ്ലാമിൽ എങ്ങനെ ദൈവ മത സങ്കല്പങ്ങളെ കാണുന്നു എന്ന് പറയുന്നതിലുപരി ഞാൻ എങ്ങനെ ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ ഞാൻ എങ്ങനെ എന്നെ മാനവധർമ്മത്തിനുള്ളിൽ കാണുന്നു എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ ചിന്തിക്കാം. അത് നമ്മളിൽ ഓരോരുത്തർക്കും പല രീതിയിൽ ചിന്തിക്കാനുള്ള അവസരങ്ങൾ തുറക്കട്ടെ എന്നാണ് ആശിക്കുന്നത്. അപ്പോൾ ഇവിടെ അറിയാനും അറിയിക്കാനും ആയി സംസാരിക്കാം, അല്ലെങ്കിൽ ത്യാജ്യ ഗ്രാഹ്യ വിവേചനത്തോടു കൂടി നിങ്ങൾ ജീവിക്കണം, നിങ്ങൾ അന്യരുടെ മതങ്ങളെ അല്ലെങ്കിൽ അപരനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മതം, അല്ലെങ്കിൽ നിങ്ങൾ എന്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതല്ല. നിങ്ങൾ എന്തിനെയൊക്കെ വിശ്വസിച്ചാലും ആ വിശ്വസിക്കുന്നതിന് നിങ്ങൾക്ക്, അത് നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളും
ദൈവവും. നിങ്ങൾക്ക് ദൈവമില്ല എങ്കിൽ നിങ്ങൾ എന്താണോ കണക്കാക്കുന്നത് അത്. എന്നാൽ ഗുരു ഏറ്റവും ഊന്നിപ്പറഞ്ഞ ഒരു കാര്യത്തിൽ നമ്മളെ ബേസ് ചെയ്തുകൊണ്ടാണ് മാനവധർമ്മം അതിൻ്റെ ഒരു ലക്ഷ്യം പറയുന്നത് എന്ന് നമുക്ക് കാണാനാവും. അത് അപരനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു. അപ്പോൾ ഗുരു പറഞ്ഞ ആ ലക്ഷ്യത്തിനെ, അല്ലെങ്കിൽ ഗുരു നമ്മളോട് ഉപദേശിച്ച ആ കാര്യത്തിനെ എങ്ങനെ ഇസ്ലാമിലും ഞാൻ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ കാണുന്നു, എന്തുകൊണ്ട് ആ മനസ്സിലാക്കലിൽ നിന്നുകൊണ്ട് മാനവധർമ്മത്തിനുള്ളിലും എനിക്ക് എന്നെ പ്ലേസ് ചെയ്യാൻ കഴിയുന്നു എന്ന് പറയാൻ ശ്രമിക്കാം. സാർ ഇവിടെ പറയുകയുണ്ടായി, ജാതി എന്നൊന്നില്ല, അല്ലെങ്കിൽ ജാതി എന്നത് ജന്മരീതിയാണ്. അതിൽ ഒന്നേ ഉള്ളൂ, ഒരു സ്ത്രീയിൽ നിന്ന് നിങ്ങൾ ജനിച്ചു, അപ്പോൾ മനുഷ്യനായി, അല്ലെ? മനുഷ്യജാതി എന്നൊന്നേ ഉള്ളൂ. ഇതേ ആശയം തന്നെ ഇസ്ലാമിലും റിഫ്ലക്റ്റ് ചെയ്ത് കേൾക്കുന്നുണ്ടല്ലോ എന്നാണ് ഇവിടെ ഇരുന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചത്. ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമായി നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചു. ഖുറാനിൽ കൃത്യമായി പറയുന്ന ഒരു വചനമാണ്. ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമായി നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചു. പല ഗോത്രങ്ങളും പല ദേശങ്ങളിലുമായി നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിനായി എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു പൂർണ്ണവാചകത്തിൽ തന്നെ നിങ്ങളെല്ലാവരും ഒരേ ജന്മരീതിയിലൂടെ വന്നവരാണ്. നമ്മളതിനെ ഈ രണ്ട് തത്വങ്ങളെയും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒരേ ജന്മരീതിയിൽ നിന്നുണ്ടായി എന്ന് പറയുകയാണ്. എന്നാൽ എന്താണ്, നിങ്ങൾ പല ഗോത്രങ്ങളിലായി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറയാനാണെങ്കിൽ നിങ്ങൾ പല സമുദായങ്ങളായി, അല്ലേ? ഞാൻ മുസ്ലിം സമുദായത്തിലെ ഒരംഗമാണെങ്കിൽ, എഴുത്തച്ഛൻ സമുദായത്തിലെ ഒരംഗമാണ് സാറെങ്കിൽ, ഈഴവ സമുദായത്തിലെ അംഗങ്ങളാണ് നമ്മളിൽ മറ്റു പലരുമെങ്കിൽ, നമ്മൾ പല സമുദായങ്ങളായി ജനിച്ചിരിക്കുന്നു. എന്നാൽ അതൊരു കോൺഫ്ലിക്റ്റിനുള്ള കാരണമായി കാണേണ്ടതില്ല എന്ന വ്യക്തമായ വാചകം നമുക്ക് ഖുറാനിൽ കാണാൻ കഴിയും. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നതിനായി എന്നാണ് പറഞ്ഞത്. അതായത് നിങ്ങൾക്കിടയിൽ ഈ വ്യത്യസ്തതകൾ, നിങ്ങൾക്കിടയിൽ ഈ വ്യതിരിക്തതകളെല്ലാം തന്നെ എന്താണ്? ദൈവ നിശ്ചയമാണ്. ഈ ഭൂമി, ഖുറാനിലെ മറ്റ് അനേകം ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഭൂമിയെ എങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരുപാട് ആയത്തുകളുണ്ട്. അവിടെയൊക്കെ പറയുന്നുണ്ട് പർവ്വതങ്ങൾ ഉണ്ടാക്കി. ഒരു സ്ഥലം പർവ്വതമാണെങ്കിൽ മറ്റൊരു സ്ഥലം തരിശ് നിരപ്പാണ്. നമ്മൾ തന്നെ ആലോചിച്ചാൽ ഡെസേർട്ട് ഉണ്ട്, അല്ലേ? കണ്ണെത്താത്ത ഇടം വരെ മരുഭൂമി, നമുക്ക് കണ്ണ് ചെന്നെത്തില്ല അത്രയും ഇടം മരുഭൂമി. എന്നാൽ മറ്റൊരു സ്ഥലമോ സഹ്യസാനുക്കൾ. അപ്പോൾ അത്രയും വ്യത്യസ്തമായി ഭൂമിയെ സംവിധാനിച്ചു എന്ന് മാത്രമല്ല, അതുപോലെ തന്നെ വ്യത്യസ്തമാണ് മനുഷ്യൻ വസിക്കുന്ന ഇടങ്ങൾ, അല്ലേ? ഇടങ്ങൾക്ക് ഒത്ത് വ്യത്യസ്തമാണ് മനുഷ്യൻ്റെ നിറം, മനുഷ്യൻ്റെ ഭാഷ. ഇന്ത്യയിൽ തന്നെയുള്ള ഭാഷകളും നമ്മൾക്കിടയിലുള്ള വ്യത്യാസങ്ങളും നമ്മളുടെ രൂപഭാവങ്ങളിൽ തന്നെയുള്ള വ്യത്യാസങ്ങൾ, നിറവ്യത്യാസം പോലുമല്ല. നമുക്കൊരു കേരളീയനെ കണ്ടാൽ നമുക്ക് ഇദ്ദേഹം കേരളത്തിൽ നിന്നാണ് എന്ന് തോന്നും. നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാവും. എന്നാൽ ഞാനും ഒരു മുംബൈയിലെ ഒരു സ്ത്രീയെയും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വ്യത്യസ്തരാണോ? അല്ല, നമ്മൾ ഇന്ത്യക്കാരാണ് എന്നാൽ തോന്നും. എന്നാൽ യൂറോപ്പിലേക്ക് ചെല്ലുമ്പോഴോ യൂറോപ്യനിൽ നിന്നും ഞാൻ വ്യത്യസ്തയായി നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ അങ്ങനെ ഇത്രയും വ്യതിരിക്തമായ രീതിയിൽ ഞാൻ മനുഷ്യരെ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെ വ്യക്തമായി ആ വാചകത്തിൻ്റെ അവസാനം പറയുന്നതാണ് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാനായി എന്നാണ്. എവിടെയും അതിൽ എന്തല്ല പറയുന്നത്, അപരത്വമല്ല അവിടെ പറയുന്നത്. നിങ്ങൾ വ്യത്യസ്തരാകാം, പക്ഷെ അതൊരിക്കലും നിങ്ങൾക്കിടയിലെ കലഹങ്ങൾക്കോ അപരത്വത്തിനോ ഒരു കാരണമാക്കിക്കൊണ്ടല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി ചിലത് വ്യക്തമാക്കാമെന്ന് ചിന്തിക്കും. ഞാൻ ഇത്രയും അപരത്വമല്ല ഇസ്ലാമിൽ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇസ്ലാമിലെ സാഹോദര്യത്തെക്കുറിച്ച് ഊട്ടി ഉറപ്പിച്ച് സംസാരിച്ച് കഴിയുമ്പോൾ ചിലരെങ്കിലും ഈ പറഞ്ഞ പോലെ മനസ്സിൽ, എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് കാഫിരീങ്ങളെക്കുറിച്ച് ഇസ്ലാമിൽ എന്താ പറയുന്നില്ലേ, ഇതര മതസ്ഥരെ കാഫിർ എന്ന് വിളിക്കുന്നില്ലേ എന്ന്
ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടാവാം. അല്ലെങ്കിൽ എന്താണ് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഈ ലവ് ജിഹാദിൻ്റെ കഥകൾ കേൾക്കുന്നു? ഇതൊക്കെ അന്യരായി മുസ്ലിങ്ങളായും അന്യരായി കാണുന്നില്ല എന്നാണോ ഈ പറച്ചിൽ എന്ന് തോന്നാമെങ്കിൽ, അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ എന്ത് മനസ്സിലാക്കുമ്പോഴും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് മനസ്സിലാക്കണം എന്ന് ഗുരു പറഞ്ഞതിലേക്ക് വീണ്ടും ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഇവിടെ മാനവധർമ്മത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ഗോപാൽ സർ പോലും പറയുന്നുണ്ട്, നിങ്ങൾ ഗുരുവിനെ ഗുരുവിൽ നിന്ന് തന്നെ മനസ്സിലാക്കൂ, നിങ്ങൾ ഗുരുവിനെ വായിച്ച് നിങ്ങൾ തന്നെ മനസ്സിലാക്കൂ. അതിന് നിങ്ങൾക്ക് ആരുടെ ആവശ്യമില്ല, ഒരു പുരോഹിതൻ്റെ പോലും ആവശ്യം നിങ്ങൾക്ക് ഇല്ലാത്തവണ്ണം വ്യക്തമായി ഗുരുവിൻ്റെ വാക്കുകൾ നിങ്ങൾ എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. ആ മനസ്സിൻ്റെ തെളിമയോടുകൂടി എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് ചിന്തിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ തെളിമയോടുകൂടി വേണം നമ്മൾ വായിക്കാൻ. അന്വേഷണം എപ്പോഴും ജയിക്കാനല്ല, അറിയാനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അവിടെ കാഫിർ എന്ന വാക്ക് വരുന്ന ഒരു സൂറത്താണ്, ഒരു സൂറത്തിൻ്റെ തന്നെ പേരുണ്ട്, അൽ കാഫിറൂൻ. അപ്പോൾ ഈ സൂറത്ത് ഇത് പലയിടങ്ങളിൽ ഇതിൻ്റെ പല ഭാഗം മാത്രം എടുത്ത് പ്രചരിപ്പിക്കുകയും, കാഫിർ എന്ന പദം ഖുറാനിൽ ഉണ്ടല്ലോ, അപ്പോൾ അത് അന്യരെ സൂചിപ്പിക്കാനുള്ള ഒരു പദമല്ലേ, അപ്പോൾ അത് വ്യക്തമായി രണ്ടാക്കി തിരിക്കുകയാണല്ലോ, മുസ്ലിം ഒരാൾ, അന്യൻ മറ്റൊരാൾ എന്നുള്ളത്. എന്നാൽ ആ സൂറത്ത് വളരെ ചെറുതാണ്, അത് 6 ആയത്തുകൾ മാത്രമുള്ളൊരു സൂറത്താണ്. ആ സൂറത്തിൽ പറയുന്നത് കുല്യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ഞാനത് നീളത്തിൽ അറബിൽ ചൊല്ലുന്നില്ല, പക്ഷെ പറഞ്ഞു വരുന്നത് ആ 6 ആയത്തുകളിലായി പറയുന്നത്, അല്ലയോ വിശ്വസിക്കാത്തവരെ. അപ്പം വിശ്വസിക്കാത്തവരെയാണ് ഇവിടെ ആര്? കാഫിറൂൻ, അവരെ വിളിക്കുകയാണ്, അല്ലയോ വിശ്വസിക്കാത്തവരെ. ഇവിടെ ഈ വിശ്വസിക്കാത്തവർ എന്ന് പറയുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ഗ്രഹത്തിൽ തന്നെയുള്ള മറ്റൊരാളോ അല്ല. അവിടെ ആ സൂറത്ത് ഇറങ്ങിയ സമയം, ആ കോണ്ടെക്സ്റ്റ് കൂടി ഹിസ്റ്റോറിക്കലി പരിശോധിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മുത്തു നബിയോട് അവിടെയുള്ള ഖുറൈശികൾ, അത് അന്ന് ഗോത്ര സമുദായമായിരുന്നു, ഈ ഗോത്രങ്ങൾ തമ്മിൽ ഒരുപാട് ട്രൈബലിസം അല്ലേ, അന്ന് ഒരു ഗോത്രം മറ്റൊരു ഗോത്രവുമായി സങ്കീർണമായ കച്ചവടമായിരുന്നു അവരുടെ ഇടയിലെ മെയിൻ ബന്ധം. ആ കച്ചവടത്തിൽ തന്നെ ഈ കച്ചവടവുമായി പോകുന്ന വഴിക്ക് അവർക്ക് പ്രൊട്ടക്ഷൻ വേണം. അപ്പോൾ അതിനു വേണ്ടി ഒരു ഗവേണൻസ് വേണം, ആ പ്രൊട്ടക്ഷന് വേണ്ടി അവരുടെ സമ്പത്തിന് പ്രൊട്ടക്ഷൻ വേണം. അവരിവിടെ നിന്ന് പലായനം ചെയ്ത് മറ്റൊരു സ്ഥലത്ത് ജീവിത വ്യവസ്ഥകൾ ആരംഭിക്കും. അപ്പോൾ അതിന് അവിടെ ഓൾറെഡി ജീവിക്കുന്നവരുടെ സഹായ സഹകരണങ്ങൾ വേണം. ഇങ്ങനെയുള്ള ആ നൂറ്റാണ്ടിൽ ആ ഗോത്രങ്ങൾക്ക് പരസ്പരം എങ്ങനെ ഒത്തൊരുമിച്ച് ജീവിച്ചു പോകാം എന്നുള്ളതിൽ പ്രവാചകനെ പോലെ ഒരു നേതാവ് അവിടെ എത്തുമ്പോൾ അദ്ദേഹം ഒരു മദീന ചാർട്ടർ ഉണ്ടാക്കുന്നു. മദീനയിലെത്തിയ പ്രവാചകൻ ചെയ്യുന്നത്, പ്രവാചകന്റെ അടുക്കൽ പ്രവാചകന്റെ സ്വഭാവത്തിൽ പ്രഭാവമുള്ള ആളുകൾ വന്ന് നിങ്ങൾ മതി നേതാവായി, പക്ഷേ എന്താണ് നമ്മളുടെ എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. അവർക്കായി ഈ ചാർട്ടർ ഉണ്ടാക്കിയ പ്രവാചകൻ ചെയ്തത് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എടുത്ത് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്തത്. പ്രവാചകൻ ചെയ്തത് എല്ലാവരെയും മീറ്റിങ്ങിന് വരുത്തി, അതായത് മക്കയിൽ നിന്ന് അവിടെ എത്തിയ പ്രവാചകനും പ്രവാചകന്റെ സംഘവും അവിടെ തന്നെ മദീനയിൽ തന്നെ ജീവിച്ചിരുന്ന മദീനയിലുള്ള ഇസ്ലാമിലേക്ക് വന്ന ആളുകളുടെ സംഘവും അതുപോലെ അവിടെ തന്നെ ഉണ്ടായിരുന്ന ജൂതരുടെ സംഘത്തെയും എല്ലാവരെയും വിളിച്ചുകൂട്ടി അവർ തന്നെ ആവശ്യപ്പെട്ടത് പ്രകാരം ഒരു നിയമസംഹിത, എങ്ങനെ അവരുടെ ഗവേണൻസ് എങ്ങനെ ആകാം എന്നുള്ളൊരു ഡോക്യുമെൻ്റ് തയ്യാറാക്കുകയാണ് ചെയ്തത്. ആ ഡോക്യുമെൻ്റ് ഇന്നും പലരും ഒരു മോഡേൺ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്റ്റാർട്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു ചെറിയ എക്സാമ്പിളായി, ഒരു തുടക്കത്തിലെ എക്സാമ്പിളായി എടുത്തു പറയുന്ന ഒരു ഡോക്യുമെൻ്റാണത്. അപ്പോൾ അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി എല്ലാവരെയും 10 വർഷക്കാലം തൃപ്തിയോടുകൂടി അവിടെ ഗവേണൻസ് നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ് പ്രോഫറ്റ് മുഹമ്മദ്. അപ്പോൾ അദ്ദേഹം ഈ പോയ ഇടത്ത് വാളോ പരിചയമോ ഉപയോഗിച്ച് ആരെയും കൺവേർട്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക, ഇതായിരുന്നു അദ്ദേഹത്തിന് മേലുള്ള ദൗത്യം. ഖുറാനിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്,
അൽ ബക്കറ എന്ന സൂറത്തിലെ 62 ആണ് ആയത്തിൽ പറയുന്നുണ്ട്, എന്താണ്? മതത്തിൽ നിർബന്ധമില്ല. പ്രവാചകരെ, നിങ്ങളുടെ മേൽ എന്ത് മാത്രമാണ് ദൗത്യം? നിങ്ങൾ മതം അറിയിക്കുകയാണ് വേണ്ടത്. ദൈവത്തിൻ്റെ വചനം എന്ന് നിങ്ങളിൽ ഇറക്കിയിരിക്കുന്ന ഇത് നിങ്ങൾ അറിയിക്കുക. അത് മാത്രമാണ് നിങ്ങളുടെ ബാധ്യത. അതെന്താണ്? അവർ മനസ്സിലാക്കുകയും മാറുകയും ചെയ്യുന്നത് ഈ ഗുരു പറഞ്ഞതുപോലെ നിങ്ങൾ ഓരോരുത്തരുടെയും എന്താണ്? അറിവാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ചോയ്സാണ്. ഇത് നിങ്ങളിലേക്ക് എത്തിയോ? ആ സമുദായത്തിലേക്ക് പ്രവാചകൻ അത് എത്തിച്ചോ? അപ്പോൾ ഇന്നും ഖുർആൻ നിലനിൽക്കുന്നു, നമ്മൾ വായിക്കുന്നു, നമ്മളുടെ ചുറ്റിനുമുള്ള അറിഞ്ഞുകൂടാത്തവർ വീണ്ടും വായിക്കുന്നു. അവർക്ക് വേണമെങ്കിൽ അവരത് സ്വീകരിക്കുന്നു, അല്ലാത്തവർ സ്വീകരിക്കുന്നില്ല. അതാണ് അവിടെ. അപ്പോൾ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ പ്രവാചകന്റെ അടുക്കൽ ഇറങ്ങിയ ഈ കാഫിറൂൻ എന്ന ആയത്ത്, അൽ കാഫിറൂനിൽ പറയുന്നത് നോൺ ബിലീവേഴ്സ് അല്ലെങ്കിൽ അവിശ്വസിച്ചവരെ, അതാണ് കാഫിറൂൻ. അപ്പോൾ ആരാണ് ഈ അവിശ്വസിച്ചവർ എന്ന് നോക്കിയാൽ അടുത്ത ആയത്തിൽ കാണാം. അവിടെ പ്രവാചകന്റെ അടുക്കൽ വന്ന് കുറച്ച് നാളത്തേക്ക് ഒരു 1 year മുഹമ്മദ് പറയുന്ന ദൈവത്തിനെ ഞങ്ങൾ ആരാധിക്കാം, നമ്മൾ പറയുന്ന ദൈവത്തിനെ മുഹമ്മദും കൂട്ടരും ഒരു വർഷം ആരാധിക്കാമോ? എന്താണ് അതിൻ്റെ റീസൺ? അവിടെ ഓൾറെഡി അവരൊരു പ്രബല സമുദായമായി ജീവിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ പുതിയ വന്ന ട്രൈബിനെ നമ്മൾക്ക് പല കാരണങ്ങൾ കൊണ്ട് എന്താണ് ഓക്കെയാണ്, നമ്മളും നിങ്ങളും ഇവിടെ ഒരുമിച്ച് നമ്മൾക്ക് ജീവിക്കാം. പക്ഷെ അങ്ങനെ ജീവിക്കുന്ന ഒരു ഘട്ടത്തിൽ എന്താണ്, നമ്മൾക്ക് നമ്മുടെ ദൈവങ്ങളെ നമുക്ക് വിടാൻ കുറച്ച് വൈമനസ്യമുണ്ട്. അപ്പോൾ നമുക്കൊരു എന്തുകൊണ്ട് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിക്കൂടാ? ഇത് ഒറ്റ ഘട്ടമായി പ്രവാചകനോട് ചോദിച്ചു എന്നല്ല പറയുന്നത്. പല ഘട്ടങ്ങളിലായി പലരും പ്രവാചകരെ അടുക്കൽ എത്തുകയും നമ്മൾക്ക് ഇങ്ങനെ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാമോ എന്ന് ചോദിക്കുകയും പ്രവാചകൻ ഞാൻ അതിൻ്റെ ഉത്തരം തരാം, ദൈവിക വചനം ദൈവത്തിൽ നിന്ന് ആൻസർ ലഭിച്ച ശേഷം ഉത്തരം കൊടുക്കാം എന്ന് മാറ്റിവെക്കുകയും അങ്ങനെ ഇറങ്ങിയ വചനമാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ വചനത്തിൽ പറയുന്നത് ഇതാണ്, എന്ത്? അല്ലയോ അവിശ്വസിച്ചവരെ, നിങ്ങൾ വിശ്വസിക്കുന്നതിൽ ഞാനോ ഞാൻ വിശ്വസിച്ചതിൽ നിങ്ങളോ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ. ആ കുഞ്ഞു സൂറത്ത് അവസാനിക്കുന്നത് ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ. അതായത് ബാക്കി നമ്മളുടെ ക്രയവിക്രയങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ നിലനിന്നാലും അതിൽ ഞാൻ വെള്ളം ചേർക്കേണ്ടതില്ല അല്ലേ? എൻ്റെ വിശ്വാസങ്ങൾ എൻ്റേത്, ഒരിക്കലും ഇത് മറ്റൊന്നാക്കി മാറ്റാൻ സാധിക്കുന്നതല്ല. ഈ വിശ്വാസം ഇത് എൻ്റെ വിശ്വാസം. എന്നാൽ എന്ത് പറയുന്നില്ല, എൻ്റെ വിശ്വാസം നിങ്ങളും വിശ്വസിക്കണം, എൻ്റേത് നിങ്ങളും ഇനി ഞാൻ പറയുന്നത് വിശ്വസിക്കണം, അല്ലെങ്കിൽ നിങ്ങളും ഈ വിശ്വാസത്തിലേക്ക് വരണം. ഇല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കും, നിങ്ങളെ ഹനിക്കും എന്നല്ല അതിലെവിടെയും പറയുന്നത്. ഖുർആനിൽ എവിടെയും അങ്ങനെ വിശ്വാസത്തിലേക്ക് ഒരാളെ നിർബന്ധപൂർവം കൊണ്ടുവരാൻ വകുപ്പില്ല എന്നാണ് അസന്ദിഗ്ധമായി പറയുന്നത്. അവിടെയാണ് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം കേൾക്കുന്ന മറ്റൊരു പദം കടന്നു വരുന്നത് എന്താണത്? ലവ് ജിഹാദ് അല്ലേ? അപ്പോൾ ഈ മതത്തിൽ നിർബന്ധമില്ല, മതത്തിലെ കാര്യം വാളുകൊണ്ട് കൊണ്ടുവന്ന ചരിത്രമില്ല. ഇപ്പോൾ അത് ചരിത്ര പുസ്തകങ്ങൾ ഇന്ന് തിരുത്തപ്പെടുകയാണ്. ചരിത്ര പുസ്തകങ്ങൾ ഇന്നല്ല തിരുത്തപ്പെട്ടത്. ചരിത്ര പുസ്തകം നമ്മൾ സ്വാതന്ത്ര്യം നേടി എഴുതി തയ്യാറാക്കിയപ്പോൾ തന്നെ ഹിസ്റ്ററി ബുക്സ് ആർ ഓൾവേസ് റിട്ടൺ ബൈ ദി വിക്ടോറിയസ് എന്നൊരു ചൊല്ലുണ്ട്. എന്തുകൊണ്ടാണത്? അത് എപ്പോഴും ഒരു സാനിറ്റൈസ്ഡ് വേർഷൻ ആയിരിക്കും, എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയ. നമ്മൾ കുറേ കാര്യങ്ങൾ ടൈം ലൈൻ വെച്ച് നമ്മൾ പറഞ്ഞു പോകുന്നു. എന്നാൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ ചരിത്ര പുസ്തകങ്ങളിൽ പോലും എന്തു പറയുന്നില്ല, വാൾ ഉപയോഗിച്ച് ഇവിടെ മുഗളന്മാർ വന്ന് ആളുകളുടെ മതം മാറ്റി എന്ന് പറയുന്നില്ല. ഇവിടെ ബ്ലഡ് ഷെഡ് നടന്നിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അതിൻ്റെ പിന്നിൽ മതമായിരുന്നില്ല, അവിടെ പവർ അനുബന്ധമായ പല കാരണങ്ങളും അതിന് പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ ചരിത്രത്തെ നമ്മൾ മറച്ചു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ കുറേ കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പലതും എടുത്തു മാറ്റിക്കൊണ്ട് നമ്മൾക്ക് ചരിത്രത്തെ ഇല്ലാതാക്കാൻ കഴിയുന്നു എന്നുള്ളൊരു സ്ഥിതിവിശേഷം വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷേ
അതല്ല സത്യം. ചരിത്രം മാറ്റപ്പെടുന്നത് കൊണ്ട് പുസ്തകങ്ങളിൽ മാത്രമാണ് അതിൻ്റെ രേഖയില്ലാതെ പോകുന്നത്. അത് നമ്മളെപ്പോലുള്ളവർ ആ രേഖ മായ്ക്കപ്പെടുന്ന ദിവസങ്ങളിലും ഇത് തുടർന്നുകൊണ്ട് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം. മായ്ക്കപ്പെടുന്ന ചരിത്രങ്ങൾ എന്താണ്, അതിൽ അസത്യം കലർന്നിട്ടുള്ളതിനെക്കുറിച്ച് അത് അസത്യമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കേണ്ടതുണ്ട്. അതിന് ഇത്തരം വേദികൾ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അപ്പോൾ പറഞ്ഞു വന്നതിലേക്ക് വന്നാൽ ലവ് ജിഹാദ് അല്ലേ. അപ്പം നമ്മൾ ആലോചിക്കണം, ഈ മതം മാറ്റം എന്നൊരു കോൺസെപ്റ്റ്, മതം എന്നത് ഗുരു പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയുന്നു ഇസ്ലാമിലും ഇത് തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കൂ, ഖുർആനിൽ ഏറ്റവും ആദ്യമായി പറയുന്നത് വായിക്കൂ നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ എന്നാണ്. വായിക്കൂ എന്നാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ അഭ്യസ്ത്യ വിദ്യനല്ലാതിരുന്ന നബിയുടെ അടുക്കൽ ഖുർആൻ ഇറങ്ങുമ്പോൾ ഖുർആനിൽ ആദ്യം പറയാണ് വായിക്കൂ നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ. എന്നിട്ട് അവിടെ നിന്ന് പിന്നീട് ജനങ്ങളിലേക്ക് ഇത് എല്ലാവർക്കുമായി ഇറക്കപ്പെട്ട പുസ്തകം എന്ന് പറഞ്ഞ് കുറേ ജീവിത പദ്ധതികൾ, എങ്ങനെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കണം എന്ന് പറയുന്ന നിയമ സംഹിത മൊത്തം കൊടുക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇത് അങ്ങനെ ഉണ്ടാക്കിയ മതം, അതായത് നിങ്ങൾ മനസ്സിലാക്കി എന്ത് പ്രവർത്തിക്കുന്നുവോ അതാണ് മതം അല്ലേ. നിങ്ങൾ എന്ത് മനസ്സിലാക്കി ദൈവം എന്ന് അംഗീകരിക്കുന്നുവോ അതാണ് ദൈവം. അപ്പോൾ അംഗീകരിക്കാതെ നിങ്ങൾ ഒരു പേപ്പറിൽ, അതായത് ഇന്ന് സുബൈദ, ഇന്ന് ഇന്ത്യൻ രേഖകളിൽ, സിറ്റിസൺഷിപ്പ് രേഖകളിൽ എൻ്റെ പേര് സുബൈദയാണെന്ന് കരുതുക. എൻ്റെ പേര് വർഷയായിപ്പോയി, അപ്പോൾ പിന്നെ അതിനൊരു മുസ്ലിം ടച്ചില്ല. അപ്പോൾ പറയണമെങ്കിൽ എക്സാമ്പിളിന് എന്താണ്, വർഷം മാറ്റി സുബൈദയാക്കുമ്പോൾ അതെ, അപ്പോൾ സുബൈദയാണെന്ന് കരുതുക. ഞാൻ പറയുകയാണ് സുനിലിനെ വിവാഹം കഴിക്കുന്നു, അത് കാരണം ഞാൻ ഹിന്ദുവായി മാറുകയാണ്. സിറ്റിസൺഷിപ്പ് രേഖകളിൽ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ കടലാസിൽ എനിക്ക് എൻ്റെ മതം മാറ്റണം, ഞാൻ എൻ്റെ പേര് മാറ്റി അല്ലെങ്കിൽ സുബൈദ മാറ്റി വർഷയാകുന്നു എന്ന് തന്നെ വെക്കാം. അപ്പം ഞാൻ സുനിലിനെ വിവാഹവും കഴിക്കുന്നു. ആധ്യാത്മികമായി നോക്കിയാൽ ഞാൻ മുസ്ലിമാണോ ഹിന്ദുവാണോ? രേഖയിൽ എൻ്റെ പേര് മാറി, ഞാനതൊരു കൺവീനിയൻസിനായി ഞാൻ മാറിയ ഞാൻ ഇപ്പോൾ ഹിന്ദുവാണോ മുസ്ലിമാണോ? എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ആരെയാണോ ആരാധിക്കുന്നത് അതാണ് എൻ്റെ മതത്തിൻ്റെ അടിസ്ഥാനം അല്ലേ. അപ്പോൾ ഞാൻ ഒരു രേഖയിൽ എൻ്റെ പേര് മാറ്റിയത് കൊണ്ട് ഇസ്ലാമിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ദൈവത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ദൈവത്തിനെ ആരാധിക്കൽ ദൈവത്തിന് വേണ്ടിയല്ല, മനുഷ്യന് വേണ്ടിയാണ് അല്ലേ. മനുഷ്യൻ ദൈവത്തിനെ ആരാധിക്കുന്നതിൽ നിന്ന് മനുഷ്യനാണ് പലതും നേടുന്നത്. ദൈവത്തിന് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. നേട്ടമോ കോട്ടമോ സംഭവിക്കാത്ത പൊരുൾ, അതാണല്ലോ ദൈവം. അപ്പോൾ രേഖയിൽ പേര് മാറിയാൽ മാറില്ല. ഇനി തിരിച്ചും അത് തന്നെയാണ്. അപ്പോൾ മുസ്ലിമായ ഞാൻ ഹിന്ദു ആയാൽ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് ഒന്നും കിട്ടാനില്ല. അല്ലെങ്കിൽ ഞാൻ ഹിന്ദു ആയി, എന്നെ കൊണ്ട് ഒരാൾ ഇന്ന് ഇവിടെ വെച്ചിപ്പോൾ പറയാണ് ജയ് ശ്രീറാം എന്ന് വിളിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ജയ് ശ്രീറാം എന്ന് വിളിച്ചാൽ ശ്രീരാമൻ എന്തെങ്കിലും ലഭിക്കുമോ? ശ്രീരാമൻ എന്തെങ്കിലും ലഭിക്കുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് നിങ്ങളിൽ ഒരാളെ കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് വെറുതെ പറയിപ്പിച്ചാൽ എനിക്കും ഒന്നും ലഭിക്കില്ല. ഞാനാണ് പറയിപ്പിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കലും ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. അപ്പോൾ മതത്തിൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞത് നമ്മൾ ലോജിക്കലി, ഇസ്ലാം ഖുറാനിൽ മതത്തിൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞത് ലോജിക്കലി നമ്മൾ വിവരിച്ചു കഴിഞ്ഞാൽ നിർബന്ധിച്ച ഒരാളെ നമ്മൾ മതം മാറ്റുമെന്ന് ചിന്തിക്കുന്നത് തന്നെ വിഡ്ഢിത്തം. ഇനി മാറ്റി എന്ന് ആരോപിക്കപ്പെടുന്ന കഥകൾ അതിവിടെ ഓടുന്നു. എന്തുകൊണ്ട്? അതിൻ്റെ ഒരു ചിട്ടവട്ടം നമ്മൾ കഴിഞ്ഞ കോൺഫറൻസിലും സംസാരിച്ചിരുന്നു. എന്തുകൊണ്ട് ഈ നരേറ്റീവുകൾ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നരേറ്റീവ് ഓടുന്നു എന്ന് സംസാരിച്ചിരുന്നു. ഇന്നും സ്വല്പം അതിൽ സംസാരിച്ചു. വളരെ ചുരുക്കി അതുകൂടി പറയാൻ ശ്രമിക്കാം. അപ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇവിടെ ബാംഗ്ലൂരിൽ കുറച്ചു കാലം വാർത്തകളിൽ ഓടുകയും അതിനുശേഷം അത് കേരളത്തിലുണ്ട് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് അത് ബാംഗ്ലൂരിൽ നന്നായി ആ കഥ ഓടിയത്. അതായത് കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നു, അത് ബാംഗ്ലൂരിലും നടക്കുന്നു. ആരൊക്കെയോ കോൺസ്പിറസി നടത്തി നിങ്ങളുടെ സ്ത്രീകളെ, അതങ്ങനെയാണ്, അല്ലാതെ നമ്മുടെ വീട്ടിലെ സ്ത്രീയെ കൊണ്ടുപോകുന്നതല്ല, ഹിന്ദു മതത്തിലെ സ്ത്രീകളെ ഇതാ പ്രേമിച്ച് മതം മാറ്റി കൊണ്ടുപോകുന്നു. ഇതായിരുന്നു ആ നരേറ്റീവ്. 2008 മുതൽ ഈ നരേറ്റീവ് വാർത്തകളിലോടി, നാഷണൽ ചാനലുകളിലോടി. ഓരോ പ്രാവശ്യവും
ആ സമയത്തെ അതാത് സർക്കാരുകൾ എന്താണ് ഇത് പാർലമെന്റിൽ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ഉത്തരങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു കേസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മതപരിവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് ഒരുപോലെ തന്നെ ഹിന്ദുവിൽ നിന്ന് മുസ്ലിമിലേക്ക്, മുസ്ലിമിൽ നിന്ന് ഹിന്ദുവിലേക്ക്, ക്രിസ്ത്യാനിയിലേക്ക്, ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മതം മാറുന്നുണ്ട്. അതിൻ്റെ മുക്കാലിന് പിന്നിലും എന്താണ്? സ്നേഹബന്ധത്തിൽ വീഴുന്ന ആളുകൾ, അവരുടെ വീട്ടിലെ ഒരു കൺവീനിയൻസ്. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഇതൊരു പ്രശ്നമാകാതിരിക്കണമെങ്കിൽ മതം മാറണം. അത് ആ കുടുംബത്തിന് പോലും എന്തറിയാം? പേപ്പറിലാണ് ഈ മതം മാറുന്നത്. എന്തിന്? സമുദായത്തിൽ അക്സെപ്റ്റൻസ് വേണമെങ്കിൽ അതൊരു കൺവീനിയൻസ് ആണ്. അല്ലാതെ അതിലെവിടെയും എന്ത് നടക്കുന്നില്ല എന്ന് ഗവൺമെൻറ് തന്നെ സ്ഥാപിച്ച് എന്ത് പറയുകയായിരുന്നു, ഇതിൻ്റെ പിന്നിൽ ഒരു കോൺസ്പിറസിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഇത് തുടങ്ങിയ കാലം തൊട്ട് പറയുന്നു എന്ന് ശ്രവിച്ചാൽ അത് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും അവസാനം 2020 വരെ എന്താണ് ഹോം അഫയേഴ്സ് മിനിസ്റ്റർ തന്നെ പാർലമെന്റിൽ എഴുതി കൊടുത്ത ഉത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? അങ്ങനെ ഒരു കേസും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഹാദിയ കേസ് കത്തി നിന്ന സമയത്താണ് ആ കേസ് ഏറ്റവും അധികം മൈലേജിനായി ഉപയോഗിക്കപ്പെടുകയും, എന്നാൽ ആ കേസിൻ്റെ അങ്ങേയറ്റം വരെ അന്ന് വാദിക്കാൻ ഒരു കമ്മ്യൂണിറ്റി അങ്ങേയറ്റം വരെ പോയി തങ്ങളുടെ പേര് രക്ഷിക്കാൻ പോകേണ്ടി വന്നതിന് പിന്നിൽ 5 കോടിയോ മറ്റോ ചിലവാവേണ്ടി വന്നു. ആ കോടികളെല്ലാം ചിലവാക്കി അവസാനം കോടതി എന്താണ് പറഞ്ഞത്? അതെ, ഇതിൽ എന്താണ് നിർബന്ധം നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. അത് കേസ് അവിടെ തീരുന്നു. ഇങ്ങനെ ഒരു കേസ് കേരള ഹൈക്കോടതിയിൽ എത്രയോ വട്ടം ഇവിടുത്തെ സംസ്ഥാന സർക്കാർ തന്നെ DGPയുടെ റിപ്പോർട്ടുകൾ ഫയൽ ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടും നമ്മൾ എന്ത് കേട്ടു? വാർത്താ ചാനലുകളെല്ലാം എല്ലാ ദിവസവും ലവ് ജിഹാദിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ ഈ ലവ് ജിഹാദിനെ പൊളിച്ചെടുക്കുന്ന സംവിധാനങ്ങളിലേക്ക് എന്താണ് വർഷങ്ങളായി, അതിലെ ഏറ്റവും വലിയൊരു തമാശയുണ്ട്, വർഷങ്ങളായി ഞങ്ങളെപ്പോലെയുള്ളവർ കുറേ വേദികളിലും കുറേ വാർത്താ ചാനലുകളിലും കിട്ടുന്ന വേദികളിലെല്ലാം അല്ലെങ്കിൽ എഴുത്തുകളിലൂടെയൊക്കെ ഇത് പൊളിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഏറ്റവും വ്യക്തമായി അത് ഇന്ന് പ്രചരിക്കുന്നത് ധ്രുവ് റാഠി എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വളരെ ഷോർട്ട് ആൻഡ് കൺസൈസായ വീഡിയോസിലൂടെ അദ്ദേഹം വെറും 20 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് വാർത്താ ശകലങ്ങൾ എടുത്ത് ക്ലിപ്പിങ്ങോട് കൂടി കൊടുത്ത് പുള്ളി അത് പൊളിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമോ അത് കണ്ടാൽ അതിൻ്റെ വ്യക്തമായ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ പറയാൻ ആഗ്രഹിച്ചു വന്നത് ഇതാണ്, നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ത്യാജ്യഗ്രാഹ്യ വിവേചനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായി ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പേപ്പറിൽ ഒരാളെ കൂട്ടിയിട്ട് ദൈവത്തിനും ഒന്നും നേടാനില്ലെന്നും ഒരു സമുദായത്തിനും ഒന്നും നേടാനില്ലെന്നും, കാരണം സമുദായത്തിന് എന്തെങ്കിലും ഈ ആൾബലം കൂട്ടി കാണിച്ചിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളതാണല്ലോ നമ്മളിപ്പോൾ കാസ്റ്റ് സെൻസസ്, നമുക്ക് എന്തിന് ജാതി സെൻസസ് നമുക്ക് നടപ്പിലാവണം, കൃത്യമായ പ്രാതിനിധ്യം ലഭിക്കാൻ സെൻസസ് വേണം എന്ന് നമ്മൾ പറയുകയാണ്. എന്തുകൊണ്ട് ഇന്ന് വരെ അത് നടത്തി നമ്മൾക്ക് കിട്ടേണ്ട പ്രാതിനിധ്യം തരുന്നില്ല? അപ്പോൾ പിന്നെ ഇതുവരെ എന്തിനാളെ കൂട്ടിയിട്ട് എന്തിന് എന്നുള്ള ചോദ്യം അതെന്തായാലും ദൈവത്തിന് വേണ്ട, ഇനി അങ്ങനെ ചെയ്യുന്നുമില്ല. അപ്പോൾ പിന്നെ ആ നാരേറ്റീവ്സ് എന്തിനു വേണ്ടി എന്നുള്ളത് നമ്മൾ പൊളിച്ചടുക്കി ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം നമ്മളെ തമ്മിൽ അടുപ്പിക്കുന്ന, ഇതിനു മുൻപ് വരെ, അതായത് ഒരു 2000-ന്റെ തുടക്കം വരെ നമ്മൾ നോക്കിയാൽ എപ്പോഴും പാകിസ്ഥാനിൽ നിന്ന് ടെററിസ്റ്റ് വരും, നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിലെ ജവാൻ എന്നുള്ളതായിരുന്നു നമ്മുടെ ദേശത്തെ സംരക്ഷിക്കൽ. അതിന് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന മുസ്ലിം എന്നുള്ള അല്ലെങ്കിൽ തീവ്രവാദി, അവർ ഇന്ത്യക്കകത്തും തീവ്രവാദി സെല്ലുകൾ നടത്തി ബോംബിടുന്നു എന്നുള്ള നരേറ്റീവ് ആയിരുന്നെങ്കിൽ ആ നരേറ്റീവിൻ്റെ ബോർഡർ, ഇന്ത്യയുടെ ബോർഡറിൽ നിന്നും ആ ബോർഡേഴ്സിനെ റീഡ്രോ ചെയ്ത് ലവ് ജിഹാദ് എന്ന കോൺസെപ്റ്റ് വഴി നമ്മളുടെ ഓരോരുത്തരുടെയും അല്ലെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തരുടെയും വീട്ടിൻ്റെ മതിലാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. അതാണ് ലവ് ജിഹാദ് എന്ന കോൺസെപ്റ്റ് കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ മൈൻഡ് എൻജിനീയറിങ്. അതായത് അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ടെററിസ്റ്റ് അത് എത്ര അങ്ങോട്ട് നോക്കിയിട്ടും എന്താണ് ആ ഹേട്രഡ് കൂട്ടാൻ കഴിയുന്നതിനൊരു ഒരു ലിമിറ്റുണ്ട്, ഒരു പരിധിയുണ്ട്. കാരണം എന്താണ്, അത് വളരെ ഇമ്മീഡിയറ്റ് അല്ല. ആ ഡേഞ്ചർ നമുക്ക് ഇമ്മീഡിയറ്റായോ ഇമോഷണലായോ ഫീൽ ചെയ്യുന്ന ഒന്നല്ല. അത് നമുക്ക് രാജ്യസ്നേഹം ഉണ്ടായിരിക്കുമ്പോൾ പോലും ആ ത്രെറ്റ് എന്താണ്, നമ്മുടെ അതിർത്തിയിലാണ്, നമ്മുടെ വീട്ടിലല്ല. എന്നാൽ ലവ് ജിഹാദ്, നിങ്ങളുടെ മകളെ അപ്പുറത്തെ വീട്ടിലെ സിദ്ദീഖിൻ്റെ മോൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോ, നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന കോളേജുകളിൽ നിന്ന് അവരെ കടത്തിക്കൊണ്ട് പോകും എന്നുള്ള വർത്തമാനം ഓരോ
വ്യക്തിയുടെയും വീട്ടിലേക്ക് എന്ത് ചെയ്തു? ഈ അതിർത്തിയെ ചുരുക്കാൻ സാധിച്ചു. ആ ഭയം ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ അവർക്ക് നിക്ഷേപിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇത്രയും ഹീനമായ ഒരു പ്രൊപ്പഗാൻഡ ടാക്ടിക് കൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് സാധിച്ചെടുത്തത്. ഇനി ഇതൊരു ഒരു ഒരു ഇതിലെ രാഷ്ട്രീയത്തിലെ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇതൊരു എന്താണ്, ഒരു പ്രത്യേക പൊളിറ്റിക്കൽ പാർട്ടി ഒരു പ്രത്യേക അജണ്ടയ്ക്കായി മാത്രം നടത്തി പോകുന്നതല്ല എന്നുള്ളത് സാറും ഇവിടെ കുറച്ചു മുമ്പ് പറഞ്ഞു. നമ്മളെ ഭരിക്കുന്നത് എക്കാലത്തും ഒരു ഒളിഗാർക്കി ആയിരുന്നു. ആ ഒളിഗാർക്കി എന്ന് പറയുന്നത് എല്ലാ പാർട്ടിയിലും അതിൻ്റെ ആളുകൾ ഉണ്ട് എന്ന് മാത്രമല്ല, ആ വോട്ട് ബേസ് അല്ലെങ്കിൽ അതുകൊണ്ട് നേടിയെടുക്കുന്ന ഗുണഫലങ്ങൾ ഇന്ന് ഏറ്റവും അധികം കിട്ടാനായി ഒരു പ്രത്യേക പാർട്ടി അത് ഉപയോഗിക്കും എന്നുള്ളതൊഴിച്ചാൽ മുസ്ലിം സാമുദായികതയെ അല്ലെങ്കിൽ മുസ്ലിം സമുദായം, അതിലെ മതത്തിനെ നമുക്ക് മാറ്റിവെക്കാം. മുസ്ലിം എന്നുള്ളത് ഒരു കമ്മ്യൂണിറ്റി, ഒരു സമുദായമായി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മുസ്ലിം സാമുദായികതയെ ഇന്ന് എല്ലാ പാർട്ടിയും ഇതുപോലെ തന്നെ മലീമസമാക്കാൻ മുസ്ലിം എന്ന സാമുദായികതയെ ഉപയോഗിക്കുന്നുണ്ട്. അതിന് നമ്മൾ ഏറ്റവും ലാസ്റ്റ് എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ ഈ കാഫിർ എന്ന വേർഡ് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഇപ്പോൾ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട് വടകരയിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. അതായത് വടകരയിൽ ഏറ്റവും കൂടുതൽ, ഒരു സുഹൃത്ത് എഴുതി വായിച്ചതാണ്, ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇത്ര വർഷം അവിടെ ജയിച്ചിരുന്നത് അന്യസമുദായക്കാർ തന്നെയാണ്. അന്നൊക്കെ ഈ മുസ്ലിം ജയിപ്പിച്ചുകൊണ്ടിരുന്നതും അവിടെ നിന്നിരുന്നതും അംഗീകാരവും നേടി ജയിച്ച് ഇന്ന് വരെ വന്നിട്ടുള്ളത് അന്യ സമുദായത്തിലെ അംഗങ്ങളാണ്, അല്ലാതെ ഒരു മുസ്ലിം അല്ല. എന്നാൽ ഇന്ന് അവിടെ ഒരു പ്രത്യേക പാർട്ടിയിലെ ഒരു കാൻഡിഡേറ്റിനെതിരെ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് നിൽക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ അദ്ദേഹം ജയിക്കുമോ എന്നുള്ള ഭയം, അതിനെ കടത്തി വെട്ടാനായി അവിടെ ഒരു മുസ്ലിം എന്ന സമുദായത്തിനെ മൊത്തത്തിൽ കരിവാരി തേച്ചുകൊണ്ട്, ആ മുസ്ലിം കാൻഡിഡേറ്റിനെ മൊത്തത്തിൽ കരിവാരി തേച്ചുകൊണ്ട്, അതായത് മുസ്ലിം എന്ന സാമുദായിക സ്വത്വം തന്നെ ഒരുമിച്ച് ചേരുമ്പോൾ പ്രശ്നമാണ് എന്ന് കാണിക്കുന്ന തരത്തിൽ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ പറയുന്നത് സമുദായങ്ങളായി നിന്നുകൊണ്ട് നമ്മൾക്ക് നമ്മൾ സമുദായമായി സംസാരിക്കുന്നത് ഒരു തെറ്റല്ല. നമ്മൾ സമുദായമായി നിന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കി പ്രാതിനിധ്യത്തിന് വേണ്ടി സംസാരിക്കണം എന്ന് പറയുന്ന ഒരു വേദിയിൽ എല്ലാവർക്കും ഇവിടെ എന്തും മനസ്സിലാക്കാൻ കഴിയണം. മുസ്ലിം എന്ന സമുദായത്തിനും ഇതേ പ്രാതിനിധ്യത്തിന് അവകാശമുണ്ട്. മുസ്ലിം എന്ന സമുദായത്തിൻ്റെ ഈ അവകാശങ്ങളെ ഹനിക്കാനായി ഒരു പാർട്ടി എന്നല്ല, ഇവിടെ നിലനിൽക്കുന്ന മറ്റ് പ്രബല പാർട്ടികളും ചെയ്യുന്നത് എന്ത് തന്നെയാണ്? ഹീനമായ വർഗീയ ധ്രുവീകരണത്തിൻ്റെ, വർഗീയ ചാപ്പേടിയുടെ ലേബലുകൾ കൊണ്ടുവന്ന് മുസ്ലിം എന്ന ഒരു സമുദായത്തിൻ്റെ മൊത്തം ആകമാനം രാഷ്ട്രീയമായ സാഹചര്യങ്ങളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ പറഞ്ഞ എല്ലാ മലീമസ സാഹചര്യങ്ങളും എങ്ങനെ കോൺഗ്രസിൽ പോലും പ്രതിഫലിച്ചു എന്ന് ചോദിച്ചാൽ, ഇതെല്ലാം സംസാരിക്കുന്ന, ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് പോലും എത്ര മുസ്ലിം MP-മാരെ ഫീൽഡ് ചെയ്യാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ, മറ്റൊരാൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ഗെയിം, മറ്റൊരു പാർട്ടി സെറ്റ് ചെയ്ത് വെക്കുന്ന വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഗെയിമിൽ നിന്ന് പുറത്തിറങ്ങാൻ ന്യായത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറയുന്ന ഒരു നേതാവിനോ പാർട്ടിക്കോ പോലും സാധിക്കാത്തവണ്ണം നമ്മളിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ വർഗീയ ധ്രുവീകരണം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ ഇപ്പോൾ സിന്ധു നേരത്തെ സംസാരിച്ചു, സിന്ധുവിനേക്കാൾ കൂടുതൽ പ്രായം എനിക്കുണ്ട്. ഞാനൊരു 25 വർഷം മുമ്പ് ശിവഗിരി വർക്കല CBSE അവിടുത്തെ ശിവഗിരി സ്കൂളിൽ പഠിച്ചിറങ്ങിയ ആളാണ്. അപ്പോൾ ഞാൻ പഠിച്ചിറങ്ങുമ്പോഴും എന്തുണ്ടായിരുന്നു? ഗുരുവിൻ്റെ വചനങ്ങൾക്ക് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളത് ഞാൻ അവിടെ ഇറങ്ങുന്ന സമയത്തും ഏറ്റവും വാലിഡായ ഒരു പോയിന്റ് തന്നെയായിരുന്നു. അത് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട്, അത് മാത്രം കരുതിക്കൊണ്ട് തന്നെ വളരെ സൗഹാർദ്ദത്തോട് ജീവിച്ചിരുന്ന വർക്കല എന്ന അന്തരീക്ഷത്തിൽ നിന്ന് വന്ന് ഇന്ന് നിൽക്കുന്ന ഈ 25 years ലേറ്റർ ഞാൻ നോക്കുമ്പോൾ അതെല്ലാം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ആ നശിപ്പിക്കലിന് വേണ്ടി ഉപയോഗിച്ച മസ്തിഷ്ക പ്രക്ഷാളനം, ദ കൈൻഡ് ഓഫ് മൈൻഡ് എൻജിനീയറിങ്, അല്ലെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിച്ച അപരത്വം എന്ന തത്വത്തെ ഗുരു
എത്ര നിശിതമായി, അല്ലെങ്കിൽ ഗുരു നിശ്ചിതമായല്ല, യഥാർത്ഥത്തിൽ ഗുരു വളരെ ക്രാന്തദർശിയായി. എന്നാൽ ഗുരുവിൻ്റെ ശബ്ദത്തിലോ ഗുരുവിൻ്റെ ഉപദേശത്തിലോ ഗുരു പറഞ്ഞ വാക്കുകളിലോ നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഷാർപ്നെസ്സും ഒരു ദേഷ്യവുമല്ല, അതൊക്കെ നശിച്ചല്ലോ എന്നുള്ള ദേഷ്യമല്ല വരുന്നത്. ഗുരു വളരെ സമാധാനിയായി ഇരുന്നു കൊണ്ട് ദീർഘവീക്ഷണത്തോടു കൂടി അപരനെ നിങ്ങൾ എങ്ങനെ കാണുന്നോ അതിലാണ് എന്ത് നിങ്ങളുടെ മതം ഇരിക്കുന്നത് എന്ന് പറഞ്ഞു വെച്ച ആ ദർശനത്തിലേക്ക് നമ്മൾക്ക് ഓരോരുത്തർക്കും അൺലേൺ ചെയ്യേണ്ടതുണ്ട് എങ്കിൽ നമ്മളത് അൺലേൺ തന്നെ ചെയ്യണം. ലേൺ ചെയ്യേണ്ടത് അപ്പോൾ എന്താണ്? നമ്മുടെ ചുറ്റിനുമുള്ള കള്ളനാണയങ്ങളെ, നമ്മുടെ മുന്നിൽ എത്തുന്ന ഫോൾസ് പ്രൊപ്പഗാൻഡ, നമ്മുടെ മുന്നിൽ എത്തുന്ന കള്ള കഥകളെ നമ്മൾ കുറച്ച് മാത്രം ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോട് കൂടി സമീപിച്ച് കഴിഞ്ഞാൽ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾക്ക് പൊളിച്ചെടുക്കാൻ കഴിയും. പക്ഷെ അതിന് നമ്മൾ ചിന്തിക്കണം. ചിന്തിക്കുന്നതിനനുസരിച്ച് നമ്മൾ മാറാൻ തയ്യാറാകണം. നമ്മൾക്ക് നമ്മുടെ ചിന്തകളെ മാറ്റാനും നവീകരിക്കാനും കഴിയണം. അതിന് ഗുരുവിൻ്റെ ചിന്തകൾ നമ്മളെ നയിക്കട്ടെ, സഹായിക്കട്ടെ. ഈ ഒരു കൂട്ടായ്മ അത് ഒരു ദൈവനിശ്ചയമായി തന്നെ ഞാനിന്ന് കാണുന്നു. ഞാനൊരു ദൈവവിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ ഏത് കാലഘട്ടത്തിൽ എങ്ങനെ ഒരു കൂട്ടായ്മ ഉരുത്തിരിഞ്ഞു വരുന്നു, ഈ കേരളത്തിൻ്റെ പല ദിക്കുകളിരിക്കുന്ന നമ്മളൊക്കെ എങ്ങനെയൊക്കെയോ ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്. അത് ഗുരുവിൻ്റെ പേരിലാണ് എന്നുള്ളതാണ്, അത് ഗുരുവിൻ്റെ ചിന്തകളുടെ കുടക്കീഴിനുള്ളിലുള്ളതാണ് എന്നാണ് അതിൻ്റെ മനോഹാരിത. അത് നമ്മൾക്ക് ഒരുപാട് ദൂരം നല്ല നിലയിൽ കൊണ്ടുപോകാനും ഒരു നല്ല ഇന്ത്യയെ ഗുരു കണ്ട രീതിയിൽ എല്ലാവർക്കും സമാധാനം, ദൈവദശകത്തിൽ പറയുന്നത് പോലെ എല്ലാവർക്കും സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം സാധ്യമാക്കുന്നത് വരെ നമുക്ക് പ്രവർത്തിക്കാം. താങ്ക് യു.